ഗൈസ്, വെൽക്കം ടു മൈ ആമിസ് വ്ലോഗ്. ഇന്നലെ ഞാൻ ആലപ്പുഴയിലെ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഇന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഷായി എന്നിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അമ്മ അതിൻ്റെ വീഡിയോ ആയിട്ട് പകർത്തിയതാണ്. പിന്നെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുത്തു. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എടുത്തു. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ മഹേഷാപ്പൻ ഒരു പോസിൽ നിന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തതാണ്. പിന്നെ റെനിഷോച്ചിൻ്റെയും രേഷ്മാൻ്റെയും എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മാഷാപ്പൻ്റെയും കുഞ്ഞുട്ടീൻ്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ രേഷ്മാൻ്റെയും റെനിഷോച്ചിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തു. പിന്നെ അപ്പുവട്ടനും ലച്ചുവാൻ്റെയും കാശൂട്ടനുമാണ് ഇത്. പിന്നെ ആ സമയം കൊണ്ട് തന്നെ കുഞ്ഞാൻ്റീൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുത്തു. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട ഒരു ഫോട്ടോ എടുത്തു. ഇവരെപ്പോൾ റെഡി ആയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഫോട്ടോസ് പതിവാണ്. ഇതാണ് സുഭാഷേട്ടനും ഗിരീഷ്മാൻ്റെയും. പിന്നെ ഇതാണ് പ്രജീനാൻ്റെയും ഉമേഷേട്ടനും. പിന്നെ ബാക്കിയുള്ള ഫോട്ടോസാണ് ഇതെല്ലാം. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആരോമലേട്ടൻ. ഈ ആരോമലേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് മഹേഷാപ്പൻ്റെ മോനാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്ത് യാത്ര തിരിച്ചു. ആലപ്പുഴയിൽ നിന്ന് തിരിച്ചപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നല്ല സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇനി എന്നാൽ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം. ആലപ്പുഴ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പോയത് തൃശ്ശൂർ സൂവിലാണ്. അവിടെയും നല്ല താമരക്കുളുണ്ട്. പല കളറുണ്ടായിരുന്നു, നീലയും റോസും വയലറ്റും വെള്ളയും. ഈ കാണുന്നത് ആൺമയിലാണ്. ഇതിന് ഒരുപാട് പീലികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മൃഗങ്ങളെ വീഡിയോ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാനിനെയൊക്കെ കണ്ടു. ഇത് കലമാനാണ്. അതിന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ വലിയൊരു പുലിനെ കണ്ടു. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്, അതിനെ നോട്ടം കാണുമ്പോൾ. എന്നാലും ഗ്ലാസ് ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഷൂ എന്ന് വിളിച്ചിട്ട് ഡിസ്റ്റർബ് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് കൊക്കിനെയാണ്. ഇത് പ്രതിമയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ ഇത് ജീവനുള്ളതായിരുന്നു. ഈ ജീവിനെ ഞാൻ കണ്ടു. ഈ ജീവിൻ്റെ പേര് മറന്നുപോയി ഗായ്സ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സൂന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു അവിടുത്തെ KSRTC ബസ്സിൽ വന്നു. ഈ സൂ ശരിക്കും കാണാൻ ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മളെ ബസ്സിലോട്ടേക്ക് പോവുകയാണ്. ഇനി ഒരു റീലാവാം. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ, എൻ്റെ ഒരു കൈ എവിടെയാടേ? പിന്നെ നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിലോട്ടേക്കാണ് പോയത്. ഇതാണ് തൃശ്ശൂർ പൂരം നടന്ന അമ്പലം. ഈ അമ്പലം ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഈ അമ്പലത്തിലെ കുറച്ച് ബാക്കിലെ പാർക്കാണ്. ഈ പാർക്കിനെ വിളിക്കുന്നത് നെഹ്റു പാർക്ക് എന്നാണ്. ഇവിടെയും ഒരുപാട് കാഴ്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ തിരക്കും ഉണ്ട്. കുട്ടികൾക്ക് കുറേ റൈഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് ഓടി കയറുകയായിരുന്നു. അപ്പം അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഓടല് കാണാതെ പോകുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് റൈഡുകളുണ്ട്. അതുപോലെ വലിയ വലിയ റൈഡുകളും ഉണ്ട്. ഏറ്റവും ഇതിലൊന്നും കയറാൻ ഒട്ടും പേടിയില്ലായിരുന്നു. അമ്മ പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല.
പാർക്കിൽ റൈഡുകൾ മാത്രമല്ല ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അവിടെ ആനേൻ്റെ പ്രതിമയ്ക്കുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വാട്ടർ ഡാൻസ് കണ്ടു. ഈ പാർക്കിൻ്റെ അപ്പുറത്ത് തന്നെ പൂരത്തിൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണാൻ പോയി. അവിടെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ല. എങ്ങനെയൊക്കെയോ ആണ് നടന്നു പോയത്. ഇതാണ് എക്സിബിഷൻ്റെ മുൻവശം. ആനേൻ്റെ ചിത്രവും വെഞ്ചാമരത്തിൻ്റെ ചിത്രവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ എക്സിബിഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഈ തിരക്കിനിടയ്ക്ക് വീഡിയോ തന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാലിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് വള്ളിയൂർക്കാവ് ഉത്സവം പോലത്തെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. തോണിയും യന്ത്ര ഊഞ്ഞാലും ഒക്കെ ആയിരുന്നു മെയിനായിട്ടുള്ളത്. അതെവിടെ പോയാലും ഉണ്ടാവും. പക്ഷേങ്കിൽ എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അതിനിടയിൽ ഞങ്ങൾക്ക് വിശന്നപ്പം അച്ഛൻ എനിക്ക് പോപ്കോണും പിന്നെ ജ്യൂസും മേടിച്ചു തന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഈ വെള്ളം ചീറ്റുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികളുണ്ട്. ഒരു 8 മണി 8:30 ആയപ്പോൾ നമ്മൾ ഈ വഴി പുറത്തിറങ്ങി. ഇനി ബസ്സിലെ കാഴ്ചകൾ. ഒരു 9:30 ആയപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ നിർത്തി. നമ്മൾ ഷവായാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബസ്സിൽ എത്തി. അപ്പം ഈ ടൂറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ടൂറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.